നിങ്ങളെ രണ്ടാളെ അടിയന്തരമായിട്ട് സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി എന്തിനാണെന്ന് അറിയാമോ? മക്കളുടെയൊക്കെ പ്രകടനത്തെക്കുറിച്ച് അറിയിക്കാനാ. നിങ്ങളൊന്നുമില്ല ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് അല്ലേ? ഇവിടെ നടക്കുന്ന എന്താണെന്ന് അന്വേഷിക്കണ്ടോ? ഇങ്ങനെ പോണെങ്കിൽ ഈ ടീച്ചർ കൊലക്കുറ്റത്തിന് സാക്ഷി പറയേണ്ടി വരും. അമ്മാതിരി അവന്മാരെ പോക്ക്. എടാ നിങ്ങൾ പഠിക്കാനെന്നും പറഞ്ഞു വിടാ, നീ കണ്ണിക്കണ്ട പിള്ളേരെ മെക്കിട്ട് കയറാനാ. ഞാൻ ആരെയും തല്ലിയില്ല അച്ഛാ. കണ്ട അവൻ തല്ലിയിട്ടില്ല. അവനക്ക് തല്ലി കിട്ടിയില്ല. അവനിക്ക് തല്ലിട്ടി. എന്റെ മോൻ കൊടുത്താ കൊടുത്തെന്നും പറയാം. അവൻ നുണ പറയാറുണ്ട്. എന്നെ കൂടെ ആവശ്യമില്ലാത്ത പറയിപ്പിക്കുന്നത്. മാഷ് വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ഇയാളുടെ വായിലിരിക്കണായതുകൊണ്ട് ഒരു കാര്യമില്ല. PTA പ്രസിഡന്റ് എനിക്ക് PTA പ്രസിഡന്റ് ആരെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എന്റെ മോനെ ഇവിടെ പഠിക്കാൻ വിടുന്നതാണ്. അതിന് തന്റെ മോനെ തല്ലാനല്ല അവനെ ഇവിടെ വളർത്തു ദിവസം ഉണ്ടോ നല്ലപോലെ മൂന്ന് മാസം പറയാം. അവന്റെ കണ്ണുമോനും പിള്ളേരെ തല്ലിക്കൂടാനേ ഉള്ളൂ. കൂടുതൽ കിടക്കുന്നത് പാളം വെച്ചാൽ അടിച്ച മുതു വിളിച്ചോളെ. അതെ, നിങ്ങൾ PTA പ്രസിഡന്റ് അല്ലേ? PTA പ്രസിഡന്റിന്റെ മക്കള് ഇവിടുത്തെ സ്കൂളിന്റെ മാതൃകയാവണ്ടേ? ഓ മാതൃകയാണ്. ഓൻ എന്താ കുഴപ്പമുള്ളത്? അവനൊരു അക്ഷരം പഠിക്കില്ല. അവൻ മനസ്സിലായല്ലോ സാറിന്? എന്ത് മനസ്സിലായല്ലോ? നിങ്ങളുടെ മോനെ ഒരു അക്ഷരം പഠിക്കില്ല. ഇവന്മാർക്ക് ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ആകെ എന്താ തല്ലി പിടിക്കുക, അല്ലെങ്കിൽ ടീച്ചർമാർക്ക് ഇരട്ടപ്പേര് ഇടുക. എല്ലാവർക്കും ഇരട്ടപ്പേര് ഇട്ടിട്ടുണ്ട്. എന്താ ടീച്ചർ പേര്? എന്ത് സാറേ, ഇപ്പൊ അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല, പോന്ന് അറിഞ്ഞിരിക്കണം നല്ലതാണല്ലോ. ഇനി അറിയാതെ എന്റെ വായിൽ നിന്ന് വന്നു പോയാലേ, അതുകൊണ്ട് ചോദിച്ചാ. അല്ല, അതിപ്പോ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. രഹസ്യമായിട്ട് പറയും. എന്താ താടക രൂപിണി. അത് കളിക്കുന്ന ആരായാലും അറിഞ്ഞിട്ട പേരാ താടക രൂപിണി. നല്ല പേരാ കേട്ടോ. സാറ് ചിരിക്കൊന്നും വേണ്ട, സാറിനുണ്ട് പേര്. എന്ത്? കരടി. കരടിയല്ല ടീച്ചറെ, ഭീമക്കരടി. ഇവിടുത്തെ പിള്ളേരൊക്കെ പറഞ്ഞ നടന്ന. മേലാല് ടീച്ചർമാർക്കും സാറന്മാർക്കും ഇട്ടപ്പോൾ ഇട്ടാണല്ലോ. കണ്ട, ഒരു കൂസലും ഇവന്മാർക്ക്. ഒരക്ഷരം ഇവന്മാരോട് പറയാൻ പറ്റില്ല. തിരിച്ച് തർക്കുത്തരേ വായിന്ന് വരുള്ളൂ. അതങ്ങനെ വരൂ ടീച്ചറെ. കാരണം ഇവരെയൊക്കെ കണ്ടല്ലേ പഠിക്കുന്നേ. സാർ എന്ത് വർത്താനമാണ് സാറേ ഈ പറയണം? ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടാണ് അവന്റെ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുത്തിട്ട് ഈ സ്കൂളിൽ വിടണം. ഇന്ന് എന്റെ പണിയും കളഞ്ഞിട്ടാണ് സാറ് വിളിച്ചിട്ട് ഞാൻ ഇവിടെ വന്നേക്കണം. എന്തോരം പൈസ അവന് വേണ്ടി ഞാൻ ചെലവാക്കണമെന്ന് അറിയാമോ? പറയുമ്പോ യൂണിഫോമിന്റെ ഫീസ്, ഇമ്പോസിഷന്റെ ഫീസ്, സ്റ്റാമ്പ്, ഇതൊക്കെ ഞാൻ കൊടുത്തയക്കണില്ലേ? എന്തിന്? ഇവിടെ മാഷ് പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട്. എടോ, ഇത് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളാണ്. ഇവിടെ ഇതൊക്കെ ഫ്രീ ആണ്. എന്നിട്ട് ഞാൻ തന്നില്ലേ? എടോ, അത് ഇവിടെ യൂണിഫോം ഫ്രീ ആണ്, ബുക്ക് ഫ്രീ ആണ്, ഇവിടെ ഉച്ചഭക്ഷണം ഉണ്ട്. ഇതെല്ലാം സൗജന്യമായിട്ട് കൊടുക്കണം. പിന്നെ എന്തിനാ ഇവിടെ കാശ്? എന്നിട്ടാണ് കഴിഞ്ഞ ആഴ്ച ലോകരിതൻ ടേബിളിന്റെ കാലൊടിഞ്ഞ് കിടക്കുകയെന്ന് പറഞ്ഞിട്ട് അത് നന്നാക്കാൻ 200 രൂപ വെച്ച് വേണമെന്ന് മാഷ് പറഞ്ഞത്. ലോകരിതൻ ടേബിളിന്റെ കാലൊടിഞ്ഞു? ആ, നന്നാക്കിയില്ലേ അത്? കാലൊടിഞ്ഞോടാ? ലോകരിതൻ ടേബിളിന്റെ കാലൊടിഞ്ഞോടാ? യവനൊന്നും തല്ലാനും ഒക്കുമല്ലോ ദൈവമേ. ഇക്കണക്കിന് യവനൊക്കെ പ്രിൻസിപ്പൾ ചത്തുപോയി റീത്ത് മേടിക്കാൻ കാശ് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പറയുമല്ലോ. എന്തൊരു കഷ്ടമാണത്. അല്ല ടീച്ചറെ, ഈ ലോകരിതൻ ടേബിൾ എന്ന് പറഞ്ഞ പുസ്തകമല്ല, അതിന്റെ കാലൊടിക്കും. വേറെ ആരാണ്ടാണ് ഓടിച്ചത്? അത് എന്റെ മോന്റെ തലയിലോട്ട് വെച്ചത്. മറിമായം